JPCക്ക് വിട്ടത് CBC അടക്കം ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് പറയാൻ പറ്റുമോ? JPCക്ക് വിട്ടത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും? CBCI FCRA അക്കൗണ്ടുള്ള NGOകളുടെ എല്ലാവരുടെയും പേരിൽ ഗവൺമെൻറ്റുമായിട്ട് അവർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ട് CBCI സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അവരുമായിട്ട് ഡയലോഗുകൾ നടത്തി. 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത് ഷാജിയെ കണ്ടു. 1 പ്രാവശ്യം കിരൺ റിജിജുജിയെ കണ്ടു, മൈനോറിറ്റി മിനിസ്റ്റർ. അവരോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ബില്ലിനെ പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്യണമെന്നായിരുന്നു. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എന്ന് വരികിൽ ഇതിനെ JPCക്ക് വിട്ടിട്ട് കൂടുതൽ ജനാധിപത്യപരമായ രീതിയിൽ കൂടുതൽ ആളുകളെയും പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കാനും വേണ്ടത്ര രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആക്കി തീർക്കുവാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ഈ ബില്ല് വിഡ്രോ ചെയ്യുമെന്നുള്ളതായിരുന്നു. എങ്കിലും തീരെ കുറഞ്ഞത് ഈ JPCക്ക് വിട്ടതിൽ ഞങ്ങൾ ഭാഗികമായിട്ടെങ്കിലും ഗവൺമെൻറ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചതെന്നുള്ളതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എങ്കിലും ഇതിന് പൂർണ്ണമായ രീതിയിൽ ഇതിനകത്തുള്ള നിയമങ്ങൾ, കിരാതമായ നിയമങ്ങൾ മാറ്റുന്നതുവരെ നമ്മൾ മാറ്റുന്നതിനായിട്ട് ഗവൺമെൻറ്റിനോട് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്ത ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാർ, പ്രതിപക്ഷാംഗങ്ങൾ അങ്ങേയറ്റം ഈ ബില്ലിനെ മാറ്റുന്നതിനായി വിഡ്രോ ചെയ്യിക്കുന്നതിനായിട്ട് അറ്റ്ലീസ്റ്റ് JPCക്ക് വിടുന്നതിനായിട്ട് അവരും വളരെയധികം പരിശ്രമിച്ചു. അവരുടെ പരിശ്രമത്തിനും അവരെയും CBCI ഈ FCRAയുടെ ഫണ്ടിലല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ പേരിൽ നന്ദി അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ CBCI ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് വിഡ്രോ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇപ്പോഴുള്ള തീരുമാനത്തിൽ ഭാഗികമായി തൃപ്തിപ്പെടാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് ഇനിയും കേൾക്കാനുള്ള ഒരു സമയം തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഭാഗികം എന്ന് പറയുന്നത്. അവർ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞിടത്ത് പിന്നെ നമുക്ക് മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരികിൽ ഞങ്ങളാണെങ്കിലും പറഞ്ഞിരുന്നു, നിങ്ങൾ JPCക്ക് വിട്. JPCക്ക് വിടുമ്പോൾ നമുക്ക് വീണ്ടും അവരുമായിട്ട് സംവാദം നടത്തുവാനായിട്ടും അവർക്ക് നമ്മളെ കേൾക്കാനായിട്ടും ഉള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് അത്രയെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട് വിവാദമായിട്ടുള്ള. അതൊക്കെ JPCയിലൂടെ മാറ്റാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. അത് സാധിക്കില്ല, നമുക്ക് ഇതിന്റെ അവസാനം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു കമ്മിറ്റി ആവുമല്ലോ സ്വാഭാവികമായിട്ടും വരിക. അപ്പൊ അതിൽ നിന്ന് ഏത് മട്ടിലാണ് നീതി പ്രതീക്ഷിക്കാനാവുക? ആർക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക എന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഗവൺമെൻറ് ഭൂരിപക്ഷമുള്ള കമ്മിറ്റി ആയിരിക്കാം. എങ്കിലും നമുക്ക് അവരുമായിട്ട് സമ്പാദിക്കാനായിട്ടും നമ്മുടെ ഡിമാൻഡുകൾ അവരുടെ മുന്നിൽ വയ്ക്കാനായിട്ട് നമുക്ക് പറ്റുമല്ലോ. അതൊരു എന്നാ പറയുന്നത്, അതിനൊരു നമുക്കൊരു ആശ്വാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നേരത്തെ വഖഫ് ബില്ല് JPCക്ക് വിട്ടപ്പോൾ കൂടുതൽ കർശനമാവുകയാണ് ചെയ്തത്. മാത്രമല്ല പ്രതിപക്ഷം പറഞ്ഞ പലതും കേൾക്കുകയും ചെയ്തില്ല. ആ ഒരു ആശങ്കയുണ്ട്. അപ്പം അങ്ങനെയാണ് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. പലപ്പോഴും പല സാഹചര്യത്തിലും അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷേ നമുക്ക് പ്രത്യാശയ്ക്കെതിരായിട്ട് നമുക്ക് പ്രത്യാശ ഉണ്ടല്ലോ. ഇതിനൊരു ആശങ്ക ഉണ്ടെങ്കിൽ എന്തായിരിക്കും CBCയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത്? അടുത്ത നടപടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവർ JPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ വിളിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് സംവാദങ്ങൾ നടത്തും. അവരുമായിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, ഇത് കിരാതമായിട്ടുള്ള ഏത് തരത്തിലുള്ള നിയമമാണുള്ളത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് എന്താണുള്ളത്, വ്യക്തിപരമായ നമ്മുടെ ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് എന്താണുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസേഷന് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണുള്ളത്, അതെല്ലാം നമുക്ക് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂനപക്ഷ വിരുദ്ധമല്ല, ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ.
അതവർ ഡേ 1 ഓൺവേർഡ്സ് അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ശരിയാണ്. FCRA നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ഒത്തിരി അധികം NGO കളുണ്ട്. അതിനകത്ത് ഒരു ചെറിയ ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ NGO കളുള്ളത്. 30% ഉണ്ടെന്നാണ് പറയുന്നത്. 30% എന്ന് പറയുന്നത് 30% ഇല്ലുള്ളൂ, മജോറിറ്റി അതേഴ്സിനോ. അപ്പം ഈ 30% ആണെങ്കിൽ ഈ 30%വും ഞങ്ങളിതിനു വേണ്ടി നിൽക്കുക വെച്ചാൽ ഈ കൊണ്ടുവരുന്ന ഫണ്ട് ഇവിടുത്തെ പാവങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ്. ഞങ്ങളിന്നും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നതാണ്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ തടസ്സം വരുന്ന ഏതിനും എതിരായിട്ട് നിൽക്കും. അതിനെ പോസിറ്റീവായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. JPCയോട് പൂർണ്ണരൂപത്തിൽ സഹകരിക്കും. തീർച്ചയായിട്ടും JPCയോട് പൂർണ്ണ രൂപത്തിൽ നമ്മൾ സഹകരിക്കുക. കാരണം വെച്ചാൽ അവരോട് നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒപ്പോസ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. നമുക്ക് അവരോട് സഹകരിച്ചു കൊണ്ടിട്ട് നമുക്ക് പറയാനും നമുക്ക് അവതരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. 2 തവണ താങ്കൾ അമിത്ഷായിട്ട് ചർച്ച നടത്തി, ഒരു തവണ കിരൺ റിജിജു ചർച്ച നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചിൻ്റെ അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ സംഘടനയുടെ സമ്മർദ്ദമാണ് സർക്കാർ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഇത്തരം ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ JPCയിൽ വിടുന്നത് കരുതുന്നുണ്ട്? നമ്മൾ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം സർക്കാർ എന്നും അധികാരമുള്ളതാണ്, സർക്കാരിന് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ അവർ നമ്മളെ കേട്ടു എന്ന് ഒരു ചരിതാർത്ഥ്യമാണ് എനിക്ക് ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സമ്മർദ്ദമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അവരോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അവർ നമ്മളുടെ ആവശ്യവും ഉണ്ടായിരിക്കാം, നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു നടപടിയിലേക്ക് വന്നതെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ അമേരിക്കൻ ലോ മേക്കർ FCRA ബില്ല് ക്രൈസ്തവർക്കെതിരാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു പുനഃപരിശോധനയ്ക്ക് കേന്ദ്രം തയ്യാറാകുന്നതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് കരുതുന്നു. ഞാൻ അതൊരിക്കലും കരുതുന്നില്ല. കാരണം വെച്ചാൽ ഒരു പുറം രാജ്യങ്ങളും നമ്മുടെ രാജ്യത്ത് സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. സമ്മർദ്ദം ചെലുത്തിയെന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആര് സമ്മർദ്ദം ചെലുത്തിയെന്ന്? ദാറ്റ് ഈസ് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, അവരുടെ ഡീലുകൾ. അത് ഞങ്ങൾ സഭയ്ക്ക് അതിനകത്ത് ബന്ധുക്കളൊന്നുമില്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ ഒരു FCRA ബില്ലിൽ അത്തരത്തിൽ ഉയരുന്ന ഒരു വിവാദം ആവശ്യമില്ലാത്തതാണ് എന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സിറ്റിസൺ, നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സമ്പാദിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് അവരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിക്കുന്നു, അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അല്ല നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഗവൺമെന്റുമായിട്ട് സഹകരിക്കാമെന്ന് നമ്മൾ പരിശ്രമിക്കുന്നു. FCRA വഴി വരുന്ന ഫണ്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് രാജ്യത്ത് കൺവേർഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഈ വാർത്തകൾക്ക് താഴെയുള്ള കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും അത്തരത്തിലാണ്. അങ്ങനെയുള്ള നരേഷൻ എന്താ പറയുക? ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെന്നതിൽ 2021 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, സുപ്രീം കോടതി ഗവൺമെന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് കൺവേർഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ള അതിൻ്റെ ലിസ്റ്റ് കൊണ്ടുപോവാ. ഇന്ന് വരെ ഗവൺമെന്റ് ഒരിടത്തും ഒരു ലിസ്റ്റും കൊടുത്തിട്ടില്ല. ഞങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പോസ്റ്റ് കൺവേർഷൻ നടത്തിയിട്ടുണ്ടെന്ന് വരെ നിങ്ങൾ അതുമായിട്ട് വാ. ഇന്ന് വരെ ആരെ കൊണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് മറ്റേ പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല ഞങ്ങളുടെ വൈദികരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അനാവശ്യമായ രീതിയിലുള്ള അക്യൂസേഷനുകളെല്ലാം നടത്തുന്നുണ്ട്. ഇന്ന് വരെ നടത്തിയിട്ട് ഞങ്ങളുടെ വളരെയധികം ആൾക്കാരെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ 10 കത്തോലിക്ക സഹോദരങ്ങൾക്ക് ജയ്പൂരിൽ ഇന്ന് ബെയിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരിടത്തും ഒന്നും പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇതൊരു നറേറ്റീവാണ്. ഇവിടെ കൺവേർഷൻ നടത്തുകയെന്ന്. ഞങ്ങൾ ഒരുത്തരെയും കൺവേർട്ട് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ആരെങ്കിലും മാനസികമായ രീതിയിൽ അവർ നന്മയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ നന്മയാണത്. അല്ലാണ്ട് ഞങ്ങൾ ആരെയും മത കൺവേർഷൻ നടത്തുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഇത് ഇന്നലെ തുടങ്ങിയ സ്ഥാപനങ്ങളല്ല, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിൽ എത്രയോ ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ പഠിച്ചിറങ്ങി പോകുന്നു, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വരുന്നു. ഇതിലൊന്നും ആരും ഒരു കൺവേർഷനും നടത്തുകയായിട്ട് ഒരിടത്തോ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നവരിൽ അവരെന്തിനാണ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്? ഇതിപ്പോൾ 2ാം തവണയും ഈ FCRA ബില്ല് അത് സർക്കാരിന് മെജോറിറ്റി ഉണ്ട് പാസ്സാക്കാൻ, പക്ഷെ പാസ്സാക്കുന്നില്ല. അത് കൃത്യമായി പറഞ്ഞാൽ എന്ത് സമ്മർദ്ദം കൊണ്ടെന്നുള്ളതാണ് CBCI മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ
നമ്മൾ ചെയ്ത് സമ്മർദ്ദം കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റിന് എന്നും അധികാരമുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് അധികാരമുണ്ട്, ഗവൺമെന്റിന് എപ്പം എന്ത് വേണേലും ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അവരും ഒരു പക്ഷെ പരിഗണിച്ചിട്ടുണ്ടാവും നമ്മുടെ റിക്വസ്റ്റുകൾ, നമ്മുടെ മെമ്മോറാണ്ടങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇതൊന്നുകൂടെ ജനകീയമായ രീതിയിൽ കേട്ട് അതിനുശേഷം നിയമം നിർമ്മിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഒരു പക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഈ വിവാദ വ്യവസ്ഥകളടക്കം ഭേദഗതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷയാണല്ലോ. നമ്മൾ ആദ്യം ദിവസം തൊട്ട് തന്നെ നമ്മളെ പ്രതീക്ഷകളിലാണ് മുന്നോട്ട് പോകുന്നത്.